വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം. ന്യായാധിപന്മാരുടെ ന്യായപാലന കാലത്താണ് അത് സംഭവിച്ചത്. നാട്ടിൽ ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ യൂദായുടെ ബെത്ലഹേമിൽ നിന്ന് ഒരാളും അയാളുടെ ഭാര്യയും 2 പുത്രന്മാരും മോവാബ് പ്രദേശത്ത് തൽക്കാലവാസം നടത്തുന്നതിന് യാത്ര തിരിച്ചു. പുരുഷന്റെ പേര് എലിമെലെക്, അവന്റെ ഭാര്യയുടെ പേര് നവോമി. 2 പുത്രന്മാരുടെയും പേരുകൾ മഹ്ലോൻ എന്നും കിലിയോൻ എന്നും. അവർ യൂദായുടെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തുകാരായിരുന്നു. അവർ മോവാബ് പ്രദേശത്ത് ചെന്ന് അവിടെ കഴിഞ്ഞുകൂടി. നവോമിയുടെ ഭർത്താവ് എലിമെലെക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ തങ്ങൾക്ക് ഭാര്യമാരായി മോവാബുകാരികളെ വരിച്ചു. ഒരുവളുടെ പേര് ഓർഫ, മറ്റൊരുവളുടെ പേര് റൂത്ത്. 10 വർഷത്തോളം അവർ അവിടെ പാർത്തു. അതിനിടെ മഹ്ലോൻ, കിലിയോൻ എന്നീ ഇരുവരും മരിച്ചു. അങ്ങനെ ആ സ്ത്രീ തന്റെ ഇരുസുതരും ഭർത്താവും നഷ്ടപ്പെട്ടവളായി അവശേഷിച്ചു. തന്റെ ജനത്തിന് ഭക്ഷണം നൽകാൻ കർത്താവ് അവരെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് മോവാബ് പ്രദേശത്ത് വെച്ച് കേട്ടതുകൊണ്ട് നവോമിയും തന്റെ മരുമക്കളും മോവാബ് പ്രദേശത്ത് നിന്ന് ഒരുങ്ങിത്തിരിച്ചു. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവൾ പുറപ്പെട്ടു. തന്റെ മരുമക്കൾ ഇരുവരും അവളോടൊപ്പം ഉണ്ടായിരുന്നു. യൂദാ നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള വഴിയെ അവർ നടന്നു. അപ്പോൾ നവോമി തന്റെ 2 മരുമക്കളോടുമായി പറഞ്ഞു, ഓരോ ആളും തന്റെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്ത പ്രകാരം കർത്താവ് നിങ്ങളോടും കാരുണ്യം ചെയ്യട്ടെ. നിങ്ങൾ ഓരോ ആളും സ്വന്തം ഭർതൃഭവനം സമാശ്വാസ സ്ഥാനമായി കണ്ടെത്തുവിൻ. അതിന് കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അപ്പോൾ അവർ സ്വരമുയർത്തി കരഞ്ഞു. അവർ അവളോട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങളും നിന്റെ കൂടെ നിന്റെ ജനത്തിന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. എന്നാൽ നവോമി പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എന്റെ ഗർഭപാത്രത്തിൽ ഇനിയും പുത്രന്മാരുണ്ടോ? എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. എന്തെന്നാൽ ഒരു ഭർത്താവുണ്ടാകാൻ സാധിക്കാത്ത വിധം വൃദ്ധയാണ് ഞാൻ. അഥവാ ഈ രാത്രി ഒരു ഭർത്താവ് ഉണ്ടാകുമെന്നും ഞാൻ പുത്രന്മാരെ പ്രസവിക്കുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് അവർ വലുതാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? അതുകൊണ്ട് അവർ ഒരു ഭർത്താവുണ്ടാകാതെ നിങ്ങൾ ഒറ്റത്തടിയായിരിക്കുമോ? പാടില്ല മക്കളെ. നിങ്ങളെക്കാളേറെ കയ്പു നിറഞ്ഞവൾ ഞാനാണ്. കാരണം കർത്താവിന്റെ കരം എനിക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അവർ വീണ്ടും സ്വരമുയർത്തി കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ചു. റൂത്ത് അവളോട് ചേർന്ന് നിന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാ നിന്റെ ജ്യേഷ്ഠത്തി തന്റെ ജനത്തിന്റെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. നിന്റെ ജ്യേഷ്ഠത്തിക്ക് പിന്നാലെ നീയും തിരിച്ചു പോയിക്കൊള്ളുക. റൂത്ത് പറഞ്ഞു, നിന്നെ ഉപേക്ഷിക്കാൻ, നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ എന്നെ നിർബന്ധിക്കരുതേ. എന്തെന്നാൽ നീ നടക്കുന്ന എവിടേക്കും ഞാനും നടക്കും, നീ രാപ്പാർക്കുന്ന എവിടെയും ഞാനും രാപ്പാർക്കും. നിന്റെ ജനം തന്നെ എൻ്റെ ജനം, നിന്റെ ദൈവം തന്നെ എൻ്റെ ദൈവം. നീ മരിക്കുന്നത് എവിടെയോ അവിടെ ഞാനും മരിച്ച് അടക്കപ്പെടും. എന്നെയും നിന്നെയും തമ്മിൽ മരണം അകറ്റുന്നെങ്കിൽ ദൈവം എന്നോട് എങ്ങനെ ചെയ്യുന്നോ അങ്ങനെ തുടർന്നും ചെയ്യട്ടെ. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് അവളോട് തർക്കിക്കുന്നത് അവൾ നിർത്തി. ബെത്ലഹേം വരെ എത്തുന്നതിന് അവർ ഇരുവരും നടന്നു. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരെക്കുറിച്ച് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. അവൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്. സർവശക്തൻ എന്നെ ഏറെ കൈപ്പാക്കിയതുകൊണ്ട് മാറ എന്നാണ് നിങ്ങൾ എന്നെ വിളിക്കേണ്ടത്. ഞാൻ പോയത് എല്ലാം തികഞ്ഞവളായാണ്, നിശൂന്യയായാണ് കർത്താവ് എന്നെ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കെ നവോമി എന്ന് എന്നെ നിങ്ങൾ വിളിക്കുന്നതെന്തിന്? അങ്ങനെ നവോമി തിരിച്ചെത്തി. അവളുടെ മോവാബുകാരിയായ മരുമകൾ റൂത്തും
മോവാബ് പ്രദേശത്തു നിന്ന് പിന്തിരിഞ്ഞ് അവളോടൊത്തുണ്ടായിരുന്നു. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ എത്തിയത്. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. നവോമിക്ക് എലിമെലെക്കിന്റെ കുടുംബത്തിൽ നിന്ന് തന്റെ ഭർത്താവിന്റെ പരിചയക്കാരനായി പ്രബലനായ ഒരു സമ്പന്നൻ ഉണ്ടായിരുന്നു. ബോവസ് എന്നായിരുന്നു അവന്റെ പേര്. ഞാൻ ആരുടെ ദൃഷ്ടികളിൽ കൃപ കണ്ടെത്തുന്നുവോ അവന്റെ വയലിൽ പോയി കതിർക്കെട്ടുകൾക്ക് പിന്നാലെ കാലാപെറുക്കട്ടെ എന്ന് മോവാബുകാരി റൂത്ത് നവോമിയോട് ചോദിച്ചു. എന്റെ മകളെ പൊയ്ക്കൊള്ളുക, അവൾ അവളോട് പറഞ്ഞു. അവൾ നടന്നു ചെന്ന് വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ കാലാപെറുക്കി. എലിമെലെക്കിന്റെ കുടുംബത്തിൽ നിന്നുള്ള ബോവസിന്റെ വയൽ വിഹിതം തന്നെയായിരുന്നു അവളുടെ ഭാഗ്യമായി വന്നുപെട്ടത്. അപ്പോൾ അതാ ബോവസ് ബത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. കൊയ്ത്തുകാരുടെ മേൽ ചുമതലയുണ്ടായിരുന്ന ഭൃത്യനോട് ബോവസ് ചോദിച്ചു, ആരുടേതാണ് ഈ യുവതി? കൊയ്ത്തുകാരുടെ മേൽ ചുമതലയുണ്ടായിരുന്ന ഭൃത്യൻ മറുപടിയായി പറഞ്ഞു, നവോമിയോടൊപ്പം മോവാബ് പ്രദേശത്തു നിന്ന് തിരിച്ചുവന്ന മോവാബുകാരിയാണിവൾ. കൊയ്ത്തുകാർക്ക് പിന്നിലായി കറ്റകൾക്കിടയിൽ ഞാൻ കാലാപെറുക്കി ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് അവൾ അഭ്യർത്ഥിച്ചിരുന്നു. അവൾ വന്നിട്ട് രാവിലെ മുതൽ ഇതുവരെ ഇങ്ങനെ നിൽക്കുകയാണ്. അകത്ത് അവൾ ലേശമേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ബോവസ് റൂത്തിനോട് പറഞ്ഞു, എന്റെ മകളെ, നീ കേട്ടില്ലേ? കാലാപെറുക്കാൻ മറ്റൊരു വയലിൽ നീ പോകേണ്ട, ഇവിടെ നിന്ന് വിട്ടുപോവുകയും വേണ്ട. ഇവിടെ എന്റെ ഭൃത്യകളോടുകൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്ന വയലിൽ അവർക്ക് പിന്നാലെ നോക്കി നടന്നുകൊള്ളുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരെ ഞാൻ അനുശാസിച്ചിട്ടുണ്ടല്ലോ. ഭൃത്യന്മാർ വെള്ളം കോരി വച്ചിട്ടുള്ള പാത്രങ്ങളുടെ അടുക്കൽ ചെന്ന് നിനക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാം. അവൾ വീണ് തന്റെ മുഖം നിലത്തു ചേർത്ത് അവനെ വണങ്ങി. അവൾ അവനോട് പറഞ്ഞു, ഞാൻ അന്യനാട്ടുകാരിയായിരിക്കെ എന്നെ പരിഗണിക്കാൻ മാത്രം അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ എങ്ങനെ കനിവ് കണ്ടെത്തി? ബോവസ് മറുപടിയായി അവളോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മരണശേഷം നീ അമ്മായിയമ്മയെ പരിചരിച്ചതും നിന്റെ മാതാപിതാക്കന്മാരെയും ജന്മദേശത്തെയും ത്യജിച്ചതും ഒരു നാളും നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനത്തിന്റെ അടുത്തേക്ക് വന്നതുമെല്ലാം എന്നോട് വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ പ്രവൃത്തി കർത്താവ് പ്രതിസമ്മാനിതമാക്കട്ടെ. ചിറകിൻ കീഴിൽ അഭയം തേടാനായി നീ അണഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്റെ പ്രതിഫലം സമ്പൂർണമായിരിക്കട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ കനിവ് കണ്ടെത്തിയിരിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് ആശ്വാസമേകി. ഞാൻ അങ്ങയുടെ പരിചാരികമാരിൽ ഒരുവൾക്ക് തുല്യല്ലാതിരുന്നിട്ടും അങ്ങ് അങ്ങയുടെ ദാസിയോട് ഹൃദയപൂർവ്വം സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് അല്പം ഭക്ഷണം കഴിക്കൂ. നിന്റെ അപ്പക്കഷണം ചൊറുക്കയിൽ മുക്കൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ വംശം ചേർന്ന് ഇരുന്നു. അവൻ അവൾക്ക് മലർ വച്ച് നീട്ടി. അവൾ സംതൃപ്തയായി ബാക്കി സൂക്ഷിക്കുകയും ചെയ്തു. അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റു. ബോവസ് തന്റെ ഭൃത്യന്മാരെ ഇപ്രകാരം അനുശാസിച്ചു, അവൾ കറ്റകൾക്കിടയിലും കാലാപെറുക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അവളെ അവമാനിക്കരുത്. മാത്രമല്ല, അവൾക്ക് കാലാപെറുക്കാനായി കതിർക്കറ്റകളിൽ നിന്ന് അല്പാൽപം മനഃപൂർവ്വം വീഴ്ത്തുകയും ചെയ്യണം. അവളെ നിങ്ങൾ ശാസിക്കരുത്. അങ്ങനെ അവൾ സന്ധ്യ വരെ വയലിൽ കാലാപെറുക്കി. കാലാപെറുക്കിയത് അവൾ മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫ ബാർലി ഉണ്ടായിരുന്നു. കാലാപെറുക്കിയതും വഹിച്ച് നഗരത്തിലെത്തി അവൾ അമ്മായിയമ്മയെ കാണിച്ചു. അവൾ ഭക്ഷിച്ച് തൃപ്തയായതിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചത് പുറത്തെടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അവളുടെ അമ്മായിയമ്മ അവളോട് ചോദിച്ചു, എവിടെയാണ് ഇന്നു നീ കാലാപെറുക്കിയത്? എവിടെയാണ് നീ ജോലി ചെയ്തത്? നിന്നെ പരിഗണിച്ചവൻ അനുഗ്രഹീതനാകട്ടെ. അപ്പോൾ താൻ അയാളോടുകൂടെ ജോലി ചെയ്തത് അവൾ അമ്മായിയമ്മയ്ക്ക് വിവരിച്ചു കൊടുത്തു. താൻ ഇന്ന് കൂടെ ജോലി ചെയ്ത ആളുടെ പേര് ബോവസ് എന്നാണെന്നും അവൾ പറഞ്ഞു. അപ്പോൾ നവോമി തന്റെ മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും തന്റെ കാരുണ്യം കൈവെടിയാത്ത കർത്താവിന് അവൻ അനുഗ്രഹീതനായിരിക്കട്ടെ. തുടർന്ന് നവോമി അവളോട് പറഞ്ഞു, അദ്ദേഹം നമുക്ക് ഉറ്റവനാണ്, നമ്മുടെ ബന്ധുവാണ്. അപ്പോൾ മോവാബുകാരി റൂത്ത് പറഞ്ഞു, എനിക്കുള്ള കൊയ്ത്തു മുഴുവൻ തീരുവോളം
എൻ്റെ ഭൃത്യരോട് കൂടെ തന്നെ നീ ഉണ്ടായിരിക്കണം എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. നവോമി മരുമകളായ റൂത്തിനോട് പറഞ്ഞു, എൻ്റെ മകളെ, അവൻ്റെ ഭൃത്യകളോടുകൂടെ പുറപ്പെടുന്നതാണ് നല്ലത്. മറ്റൊരു വയലിൽ മറ്റുള്ളവർ നിന്നെ കണ്ടുമുട്ടാതിരിക്കട്ടെ. അങ്ങനെ ബാർലി വിളവെടുപ്പും ഗോതമ്പ് വിളവെടുപ്പും കഴിയുന്നതുവരെ കാലാപെറുക്കുന്നതിന് അവൾ ബോവസിന്റെ ഭൃത്യകളോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ തൻ്റെ അമ്മായിയമ്മയോടൊത്ത് താമസിച്ചു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം. രാജാവിന്റെ ഹൃദയം കർത്താവിന്റെ കയ്യിലെ നീർച്ചാലാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്കെല്ലാം അതിനെ ഒഴുക്കുന്നു. സ്വന്തം ദൃഷ്ടികളിൽ ഒരു വ്യക്തിക്ക് തൻ്റെ ഓരോ വഴിയും ഋജുവാണ്. എന്നാൽ കർത്താവ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. നീതിയും ന്യായവും അനുഷ്ഠിക്കുന്നതാണ് ബലിയേക്കാൾ കർത്താവിന് സ്വീകാര്യം. കണ്ണുകളുടെ ഗർവും ഹൃദയാഹങ്കാരവും ദുഷ്ടരുടെ പ്രഭയും പാപമത്രേ. ഉത്സാഹശീലമുള്ളവന്റെ പദ്ധതികൾ തീർച്ചയായും സമൃദ്ധിക്കുള്ളതാണ്. തിടുക്കം കൂട്ടുന്ന എന്തും ഉറപ്പായും ദുർഭിക്ഷത്തിനും. കപടനാവുകൊണ്ട് ശേഖരങ്ങൾ ഉണ്ടാക്കുന്നവൻ മരണക്കെണികളെ മായയായി പിന്തുടരുന്നവനാണ്. ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തെറിയും. കാരണം ന്യായം പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു. തെറ്റുകാരന്റെ മാർഗം കുടിലമാണ്. തന്റെ പെരുമാറ്റം നേരായുള്ളവനാണ് നിഷ്കളങ്കൻ. മിദ്യാൻകാരുടെ സ്ത്രീയെയും ഒത്തുവാസഭവനത്തെയും കാൾ മെച്ചം തട്ടിൻപുറത്തിന്റെ ഒരു കോൺ പറ്റിയുള്ള താമസമാണ്. ദുഷ്ടന്റെ ജീവൻ തിന്മ അഭിലഷിക്കുന്നു. അവന്റെ നയനങ്ങളിൽ തന്റെ അയൽക്കാരൻ ദയാർഹനല്ല. പരിഹാസകൻ പിഴ ചുമത്തപ്പെടുമ്പോൾ സരളചിത്തൻ ജ്ഞാനിയായി തീരുന്നു. പ്രബുദ്ധനാകുമ്പോൾ ജ്ഞാനിക്ക് വിജ്ഞാനം ലഭിക്കുന്നു. നീതിമാൻ ദുഷ്ടന്റെ ഭവനത്തോട് വിവേകപൂർവം പെരുമാറുന്നു. അവൻ ദുഷ്ടരെ തിന്മയ്ക്കായി തകിടം മറിക്കുന്നു. ദരിദ്രന്റെ നിലവിളിയിൽ നിന്ന് ചെവിയടയ്ക്കുന്നവൻ തന്നെ അലറി വിളിക്കും, എന്നാൽ പ്രത്യുത്തരം ലഭിക്കുകയില്ല. രഹസ്യത്തിലുള്ള സമ്മാനം കോപത്തെയും മടിക്കുള്ളിലെ കൈക്കൂലി കടുത്ത രോഷത്തെയും മാറ്റിക്കളയുന്നു. ന്യായം നിർവഹിക്കുന്നത് നീതിമാന് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയുമാണ്. ബോധന വഴിയിൽ നിന്ന് വിട്ടുമാറുന്ന മനുഷ്യൻ പരേതരുടെ സംഘത്തിൽ വിശ്രമം കൊള്ളും. സുഖേച്ഛു വർദ്ധിക്കാരനാണ്. വീഞ്ഞും എണ്ണയും മോഹിക്കുന്നവൻ ധനികനാവുകയില്ല. ദുഷ്ടൻ നീതിമാന് മോചനദ്രവ്യമാണ്. അവിശ്വസ്തൻ സത്യസന്ധർക്ക് പകരവും. കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയേക്കാൾ മരുപ്രദേശത്തെ താമസമാണ് മെച്ചം. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യനിധി ശേഖരവും എണ്ണയും ഉണ്ടായിരിക്കും. ഭോഷനായ മനുഷ്യനാകട്ടെ തനിക്കുള്ളത് വെട്ടിവിഴുങ്ങുന്നു. നീതിയും കാരുണ്യവും പിന്തുടരുന്നവൻ ജീവനും നീതിയും ബഹുമതിയും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ നഗരത്തിൽ കയറി അതിൻ്റെ ആശ്രയസങ്കേതം നിലം പതിപ്പിക്കുന്നു. സ്വന്തം വായും നാവും സൂക്ഷിക്കുന്നവൻ ദുരിതങ്ങളിൽ നിന്ന് സ്വജീവൻ കാക്കുന്നു. അഹങ്കാരിയായ ധിക്കാരി അവന്റെ പേരാണ് പരിഹാസകൻ. അഹങ്കാരത്തള്ളലിലാണ് അവൻ വർത്തിക്കുന്നത്. അലസന്റെ മോഹം അവനെ കൊന്നുകളയുന്നു. എന്തെന്നാൽ അവന്റെ കൈകൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. ദിനം മുഴുവൻ അവൻ മോഹാവേശിതനാണ്. നീതിമാനാകട്ടെ പിടിച്ചുവെക്കാതെ ദാനം ചെയ്യുന്നു. ദുഷ്ടരുടെ ബലി മ്ലേച്ഛതയാണ്. അപ്പോൾ പിന്നെ ആഭാസത്തിലാണ് അത് അർപ്പിക്കുന്നതെങ്കിലോ? കള്ളസാക്ഷി നാശമടയും. ശ്രോതാവായുള്ളവൻ എന്നേക്കും സംസാരിക്കും. ദുഷ്ടവ്യക്തി തന്റെ മുഖത്ത് കഠിനഭാവം വരുത്തുന്നു. സ്വന്തം വഴികൾ ഉറപ്പിക്കുന്നവനാണ് സത്യസന്ധൻ. കർത്താവിനെതിരായി ജ്ഞാനമില്ല, വിവേകമില്ല, ഉപദേശവുമില്ല. യുദ്ധദിനത്തിനു വേണ്ടി കുതിര സജ്ജമാക്കപ്പെടുന്നു, എന്നാൽ വിജയം കർത്താവിനുള്ളതാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരാണെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. എന്തെന്നാൽ
ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു, ഇവൻ പാപിയായ ഒരുവന്റെ കൂടെ താമസിക്കാൻ ചെന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ഉണ്ടായിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ പ്രത്യക്ഷമാകുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, കുലീനനായ ഒരു മനുഷ്യൻ രാജപദവി സ്വീകരിച്ചു തിരിച്ചു വരാൻ ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഇവൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഒരു പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു. അവനാകട്ടെ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം നൽകിയിരുന്ന ഭൃത്യർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നിന്റെ നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുക. രണ്ടാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നിന്റെ നാണയം 5 കോടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ അയാളോട് പറഞ്ഞു, നീ 5 നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുക. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുവാലയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ? പിന്നെ നീ എന്തുകൊണ്ട് എൻ്റെ പണമിടപാടുകാരെ ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ അടുത്തു നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട് പറഞ്ഞു, യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വച്ച് കൊന്നുകളയുവിൻ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.